ആൾക്കാരുടെ പരിപാടിക്കുന്നേ 10-15 ദിവസമായിട്ട് നേരം വിളിക്കുന്നവരെയാ ഷൂട്ടിങ്. ആ ഡയറക്ടറെ ആൾക്കാർ വിളിക്കുന്നതേ ഡ്രാക്കുളേന്നാ. പിന്നെ അല്ലാതെ മനസമാധാനത്തോടെ മനുഷ്യൻ കണ്ട് പെഗടിക്കാൻ പറ്റില്ലെന്നേ. ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിത്തെ ഷൂട്ടിംഗ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കെ കൂടാന്ന്. സാറേ മാഷ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പിങ്ങെത്തും. മാഷ നമ്മുടെ മാഷില്ലേ ഇന്നലെ പറഞ്ഞില്ലേ നടൻ റോൾ എന്താന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം. അഭിനയിക്കേണ്ട ഭാഗം നേരത്തെ കൊടുത്താൽ മതി. മാഷ് നേരത്തെ പഠിച്ചോളൂ. സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയില്ല. അതെ സ്വദേശി വായനശാല വാർഷികത്തിനെ മാഷ് കണ്ണുപൊട്ടനായിരുന്നു. 24 മണിക്കൂർ കൂടെ നടക്കണ ഞാൻ പോലും വിചാരിച്ച് യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണു പീസായിരുന്നു. ഭയങ്കര അഭിനയം. പറഞ്ഞു ശ്രീകുമാർ സാർ ഇപ്പൊ വരും. സ്ക്രിപ്റ്റ് അങ്ങേരയിലിരിക്കണേ. ആ വന്നാ തോന്നുന്നത്. ഈ സീൻ മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫറൻസ് ഹോളിലേക്ക് പോകാൻ പറ്റും. സാർ ഇന്ന് നൈറ്റ് ഷൂട്ട് കണക്കെന്ന് തോന്നുന്നില്ല. നമ്മുടെ 3 HMI ലൈറ്റുകൾ ഒരുമിച്ച് കേടായിരിക്കുക. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ എന്താ ഈ പറയുന്നത്? സാറല്ല മാത്യു, ഇന്നെനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ അത് പിന്നെ എന്താ അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറെ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കോ. ഓ അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോടൊന്ന് പറയട്ടെ. മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. മോഹൻ ശ്രീകുമാർ സാർ വിളിക്കണേ. എന്നെയാണോ? പിന്നെ എന്റെ പേരാണ് മോഹൻ. മാഷി ചെന്ന് ചെല്ലി 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 ചെല്ലി. എന്താ സർ? ഞാൻ മോഹൻ വിളിച്ചു. നിങ്ങളാണോ ഫോട്ടോഗ്രാഫർ മോഹൻ? എന്താ സാർ? ആ മോഹൻ, ആ മരത്തിന്റെ അടുത്ത് നിന്ന് 2-3 വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കണം. പോസ്റ്ററിൽ ഉപയോഗിക്കാം. ഓക്കെ സാർ. ആ മോഹൻ, ക്യാമറാമാനോടൊന്ന് വരാൻ പറയും. ശരി സാർ. സാർ എന്താ? അല്ല സാർ, എന്റെ വേഷം. വേഷോ? സാർ ഫസ്റ്റ് ഷോട്ട് എങ്ങനെ ഇരിക്കും? ട്രെയിൻ സെറ്റ് ചെയ്തോളൂ. ആ ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപികയും വിദ്യാർത്ഥികളും ഇറങ്ങി വരും. ട്രാക്ക് ചെയ്യണം ആ മരച്ചുവട് വരെ. ഓക്കെ സാർ. ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡിയാണ് സാർ. സാർ ഞാൻ ഈ സ്കൂളിലെ മാഷാണ് സാർ. അതുകൊണ്ട് ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോൾ എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഞാനോ? ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ. താൻ പറഞ്ഞു? ഏയ് ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഇയാളെ പറഞ്ഞു? അയ്യോ ഇല്ല സാർ. സീനൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ടല്ലോ. ആർട്ടിസ്റ്റ് ഒക്കെ റെഡിയല്ലേ? സാർ എന്തെങ്കിലും ഒരു വേഷം തല കാണിക്കാനെങ്കിലും മതി സാർ. താങ്കളൊരു മാഷാണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അധ്യാപികയും അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമുള്ള ഒരു സീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേത് റോള് ഞാൻ നിങ്ങൾക്ക് തരും? അധ്യാപികയുടേതോ അതോ കുട്ടികളുടെയോ? സാർ എന്റെ ഭാര്യയും മോനും ഞാൻ അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. റോള് കിട്ടില്ല മാനം പോകും സാർ. താങ്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണോ? സാർ ഞാൻ ആ ബ്രാഹ്മാത്തി ഒന്നും പറഞ്ഞിരുന്നില്ല സാർ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ. നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. പ്ലീസ്.
പാവം സുരു. അവന് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടാകണമെന്ന് കരുതി ചെയ്തതാ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. സിനിമാ നടനാകാൻ കൊതിച്ചിറങ്ങിയ മിക്കവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണും. എന്റെ കാര്യത്തിൽ പക്ഷേ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ മുമ്പ് വെച്ചായിപ്പോയി. മോഹനേട്ടാ, ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. മോഹനേട്ടന്റെ അത്രയും അഭിനയിക്കാൻ അറിയാത്ത എത്രയോ പേര് സിനിമയിലുണ്ട്. ഒരു ദിവസം മോഹനേട്ടന് നല്ലൊരു വേഷം കിട്ടും. ആഗ്രഹങ്ങളുടെ പേരിൽ എത്ര നാളായി ഇങ്ങനെ. നടക്കും, എല്ലാം നടക്കും. ആ മാഷേ, എന്തായാലും കഷ്ടമായിപ്പോയി. ഈ സിനിമാക്കാരല്ല ഇങ്ങനല്ലേ. ചെറുതാണെങ്കിലും മാഷിനൊരു റോള് തരാമായിരുന്നു. എന്നാലും അതെന്താ അങ്ങനെ പറ്റിയെന്ന്. മാഷേ, വേറെ വല്ല സിനിമയുടെ കാര്യം ശരിയായോ? ഞാൻ ഓർത്തു ഇവിടെ തന്നെ കാണുമെന്ന്. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകെ ഒരു മനപ്രയാസമായി അല്ലേ. തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മീതെ തോണി. അതല്ല സിസ്റ്റർ. ഏതല്ലെന്ന് തന്നോട് ഞാൻ പണ്ടേ പറയാറില്ലേ, സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാ. അതൊരു ഭാഗ്യക്കുറിയാ. ഭാഗ്യം കൊണ്ട് മാത്രം ഒരാൾ നടനാവൂ. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ഒരാളുടെ കഥയുണ്ട്. മാനം നോക്കി നടന്ന് ഒടുവിൽ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണാ മരിച്ചത്. മുന്നോട്ട് പോണമെങ്കിൽ മണ്ണിൽ നോക്കി തന്നെ നടക്കണം. ഈ സിനിമയുടെ പേരിൽ സാവിത്രിയോടും കുഞ്ഞിനോടും ഉള്ള ഉത്തരവാദിത്വം ഒരിക്കലും നീ മറക്കരുത്. സിസ്റ്ററെ, 100-ൽ 95 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട്. 90 പേരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ സിസ്റ്റർ അഭിനയിക്കത്തില്ലേ? അയ്യോ, അതിനൊന്നും ഞങ്ങളുടെ സഭ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിച്ചാൽ അഭിനയിക്കും. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. നീ വെറുതെ കമ്മ്യൂണിസ്റ്റ് പെരുമാറുന്നത് കാര്യം പറഞ്ഞിട്ടിരിക്കാൻ. ആ പാവം പിടിച്ച മാഷിന് നാണം കടത്തിയപ്പോ നിനക്ക് സമാധാനമില്ലേ? സംഗതി ആ പ്രൊഡക്ഷൻ ഗുണാണ്ടോ എന്താടോ പ്രശ്നം? നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന്. അല്ലെങ്കിലേ സിനിമക്കാരെ പുറകെ നടക്കുന്നു പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ കേൾക്കുന്ന മോനേട്ടൻ. അതിന്റെ ഇടയിൽ അവന്റെ ഒരു നീമട്ട് മോശമല്ലോ കളിയാക്കാൻ. ആഹാ, അതാണോ കാര്യം? അല്ല രമേശ, നമ്മുടെ മാഷ് പണ്ടൊരു സിനിമ അഭിനയിക്കാൻ പോയില്ലായിരുന്നു. അന്നേ നമ്മുടെ ആ ജയകാന്തനും കൂട്ടനും ചേർന്നെടുത്ത സിനിമയായിരുന്നു അത്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആ പ്രൊഡ്യൂസർ ഏതോ പെണ്ണുകേസിൽപ്പെട്ട അകത്തായത്. അങ്ങനെ ആ പടവും മുടങ്ങി. നല്ല ബെസ്റ്റ് രാശി. ദിവാകരോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ആദ്യ പടങ്ങള് വെളിച്ചം കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കല്ലേ. നമ്മുടെ ആളുകൾക്ക് വല്ലതും പറ്റുന്ന പണിയാണോ ഇത്? സിനിമ വെറുതെ കാണാമെന്നല്ലാതെ സിനിമ നടൻ. ഇനി എന്താ മോനേട്ടന്റെ മനസ്സിലെ പ്ലാൻ? ഇനിയാണെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് ഡയറക്ടർ ജയകാന്തൻ പുല്ലേപ്പള്ളിയല്ലേ. അവർക്കെങ്ങനെ പുതിയ പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ടെങ്കിലോ? നമുക്കൊന്നുകൂടെ അന്വേഷിച്ചാലോ? ആ ജയകാന്തനെ ഒന്ന് വിളിക്കണം. സിനിമയുടെ പേരും പറഞ്ഞ് പലരുടെയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. രണ്ടിലും തീരുമാനിക്കണം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ ജീവിതം.
എന്താ? ജയകാന്തൻ മുല്ലപ്പള്ളിയെ കാണണം. എവിടുന്നാ? നാട്ടിൽ നിന്നാ. വാ. നിന്നല്ലേ സാറ് വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി ബോർഡിന്റെ ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോർട്സ്. ഷോർട്സ് ബൈ പുല്ലേപ്പള്ളി. അവിടെ വരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നവീൻ സാറിനെ കാണാൻ വന്നതാ. ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി. പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. ആരളിയാ? മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിനി. എന്താ മാഷിന്റെ പേര്? മോഹൻ. മോഹൻ. ഫസ്റ്റ് പടം തന്നെ മുടങ്ങിയല്ലേ. ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചത്ത് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂന്നുള്ള വാശിയില്ല അല്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ. ഓ, ക്ലബ് നാടകം യുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? 1-2 വേഷങ്ങൾ കിട്ടിയിരുന്നു. തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യായിട്ടേ എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വിടളിയാ മാഷേ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. മാഷ് ഫെർണാണ്ടോ മെർലിസിന്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് വയലൻസോ? ഇല്ല. വെട്ടിമൊറോ സാബ്ലോവിച്ച് അഭിനയിച്ച ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും കാണാതെയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്? പഠിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ അല്ലേ മാഷേ? തിയേറ്ററിൽ വരുന്ന സിനിമ കാണും, പിന്നെ CD എടുത്ത് കാണും. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനൊക്കെ കണ്ടോണ്ടിരുന്നാ മതിയോ? നല്ല കൊറിയ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ടേ? കിർക്കി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെ മാഷേ, ഞങ്ങളൊരു വയലന്റ് മൂഡിലുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത്. സാറേ, എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെ ഉണ്ട്. ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇങ്ങനൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാ. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ വേണേലും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാ. ഇങ്ങനെ ഒരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യുന്നു ഈ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ല മാഷിന്റെ അബ്ബളായി പോവും. അബ്ബ് ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ. ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്ക്. അങ്ങേര് പിന്നെ നാടകക്കാരനാണെന്ന് വെക്കാം. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യൂർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ 1 വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ചെക്കനെ കണ്ടില്ലേ? വിവേക് ഒബ്റോയ്. രാം ഗോപാൽ വർമ്മ സാറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പൊഴിഞ്ഞ പോലത്തെ മുഖായിരുന്നു അവൻ്റെത്. ഒരുമാതിരി വെളുത്ത് തൊടുത്ത ആപ്പിളിപ്പരി. വർമ്മ സാർ പറഞ്ഞത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ട കോളനിയിൽ പോയിട്ട് അങ്ങോട്ട് താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നു. ഓഫീസിന് വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചൂട്ടിട്ട് 4-5 ഡയലോഗ പടപടയെന്ന് വർമ്മ സാറിനോട് കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി.